താങ്ക് യു ഇക്ബാൽ സാർ. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ. ഓക്കെ. ഓക്കെ. ഓ ജിയാസ്യം, എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് പോവാം. എന്നെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അപ്പൊ അവർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അക്ഷയ് എന്നാണ്. സ്ഥലം ആലപ്പുഴ ഹരിപ്പാടാണ് സ്വദേശം. അർസിമിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 7 വർഷത്തിലധികമായി. ഈ കഴിഞ്ഞ ഡിസംബർ ക്ലോസ് ചെയ്തപ്പോൾ അർസിമിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാം ഒരു പ്രസന്റേഷൻ ത്രൂ അങ്ങ് മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ടൈം എടുക്കുന്നില്ല. നമ്മുടെ 9 മണിയുടെ പ്ലാറ്റ്ഫോമാണ്. ഏകദേശം ഒരു 10 കൂടി നമുക്ക് ക്ലോസ് ആവുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു സെക്ഷൻ തുടങ്ങുമ്പോഴും സൂം പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യാനും നമ്മുടെ മണി സേവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം അസിമിലേക്ക് ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞ ഒരു 7 വർഷം മുന്നേ അച്ഛനിലൂടെയാണ്. വീട്ടിൽ അസിമിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറേയധികം വർഷങ്ങളായി. അച്ഛൻ ഇന്ന് സ്റ്റാർപ്പേൾ എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നിൽക്കുന്നത്. അച്ഛൻ ഈ ബിസിനസ്സിലേക്ക് ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോ ഓരോ വർഷം നമ്മൾ മുന്നോട്ട് ഓരോ വർഷം കഴിയുന്തോറും അർസിമിന്റെ വളർച്ച ഒരുപാട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ഓരോ വർഷം കഴിയുന്തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഒരു 7 വർഷം മുന്നേ ഞാൻ ആർസിമിലേക്ക് വരുന്ന സമയത്ത് ആർസിമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ സൂം മീറ്റിംഗ് കാര്യങ്ങളോ ഒന്നുമില്ല. യൂട്യൂബിൽ പോലും കാര്യമായിട്ടുള്ള വീഡിയോ പ്രസന്റേഷനിലൂടെ നമുക്ക് ആർസിം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പോലും നമുക്കൊന്നുമില്ല. അപ്പൊ അന്ന് ഒരാൾക്ക് ആർസിം പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആർസിം പഠിക്കണം. ആർസിം പഠിക്കണമെങ്കിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. സൂം മീറ്റിംഗ് ഇല്ല, യൂട്യൂബിൽ വലിയ കാര്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആർസിമിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെയാണോ ആർസിമിന്റെ വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുന്നത് അവിടെ പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ തുടങ്ങിയ ഒരു 7 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ സൗത്ത് കേരളയിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ബിസിനസ്, ഞാൻ നിൽക്കുന്ന സ്ഥലം ഹരിപ്പാടാണെങ്കിൽ ആലപ്പുഴയിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ മറ്റൊരു ടീമിന്റെ ഭാഗമായിട്ടില്ല. കൊല്ലം, പത്തനംതിട്ട, ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ പോകുമ്പോഴും കാര്യമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും നമുക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്താണ് അന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 1 അവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് റിസൾട്ട് ഓറിയന്റ് ആക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന ഒരു 60 മിനിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിന്റെ ഇടയിൽ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരാം, വാട്സപ്പിൽ വരാം, ഇൻസ്റ്റാഗ്രാമിൽ വരാം, പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിലൂടെ നടക്കും, ഞാൻ കുറെ കാര്യങ്ങൾ പറയും, പക്ഷെ അത് നമുക്ക് റിസൾട്ട് ആയിട്ട് വരില്ല. അപ്പൊ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഒരു 5 വർഷമായിട്ട് ആർസിമിൽ ഞാനൊന്ന് ഫുൾ ടൈമറാണ്. ആർസിമിലൂടെ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫാമിലിയാണ് ആർസിമിൽ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. കാരണം അച്ഛനിലൂടെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ആർസിമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സമയത്ത് ആർസിമിനെ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഇന്ന് സ്റ്റാർപ്പേൾ ലെവലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആർസിമിലേക്ക് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആർസിം സീരിയസ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു 13ാമത്തെ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു ഗ്രാഫിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇന്ന് അതിൽ കഴിഞ്ഞൊരു 9-10 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ബിസിനസ് നിന്നതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടങ്ങൾ ഒരിക്കലും ചെറുതല്ല. ഞാനിപ്പോ എന്തായാലും എന്റെ പ്രസന്റേഷൻ എന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ പോവാണ്. അപ്പോൾ 5 വർഷമായി ആർസിമിൽ ഞാൻ ഫുൾ ടൈമറായിട്ട് മാറിയിട്ട് ആർസിമിൽ 18 വയസ്സുണ്ടെങ്കിൽ നമുക്ക് 18 വയസ്സായെങ്കിൽ നമുക്ക് ഒരു ID ആർസിമിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 18 വയസ്സിലാണ് ID വെക്കുന്നെങ്കിലും 18 വയസ്സിലൊന്നും ആർസിം മനസ്സിലാക്കി ചെയ്തു തുടങ്ങിയ വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ. കാരണം അന്ന് എനിക്ക് വിഷൻ ക്ലിയർ ആകാൻ പറ്റുന്ന പ്രോഗ്രാമുകളൊന്നും അധികം ആലപ്പുഴയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിലും തുടക്ക കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ഹോം മീറ്റിങ്ങുകൾ, അതിൽ അച്ഛൻ്റെ ഒപ്പം പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ, അച്ഛനെ ഒന്ന് ജസ്റ്റ് വെൽക്കം ചെയ്യാനോ ആ പ്രോഗ്രാം ഒന്ന് ക്ലോസ് ചെയ്യാനോ ഒക്കെയാണ് ഞാൻ അന്ന് അച്ഛൻ്റെ ഒപ്പം പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ദൂരെ പ്രോഗ്രാം ഒന്നും കാര്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ അത് വലിയ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു വിഷൻ കിട്ടാനൊന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഹേമസാന്റെ ഒക്കെ പ്രോഗ്രാം നടക്കും, പക്ഷെ എപ്പോഴും ഫ്രണ്ടിൽ പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യും, കസേരകളൊക്കെ അടുക്കും, തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടും. എന്നിട്ട് ഞാൻ ഒന്നിൽ ഇറങ്ങിപ്പോരും, അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ പോയിട്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഒരു പ്ലസ് ടുവിന് ശേഷം ലൈഫിൽ ഇനി എന്ത് ചൂസ് ചെയ്താൽ ലൈഫ് സക്സസ്ഫുൾ ആയി മാറും എന്നൊരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഒരു വെക്കേഷൻ ടൈമിൽ +2 കഴിഞ്ഞതിന് ശേഷം അച്ഛനൊപ്പം ബാംഗ്ലൂർ പോയിട്ട് ഒരു വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു പ്രോഗ്രാം ആണ് തീർച്ചയായിട്ടും നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് തന്നെ കാണിച്ചു തന്നത്. അതിനുശേഷമാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് ഇത്രയും വലിയൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും ഇത് ഒരു ഉപ്പും മുളകും വിൽക്കുന്ന ഒരു സംവിധാനമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഒരു
പതിനെട്ട് വയസ്സ് തീരാറായി, ഒരു 19 ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ആർസിഎം എന്താണെന്ന് മനസ്സിലാക്കി ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ 19 വയസ്സിൽ ആർസിഎമ്മിൽ ആരും കൊതിക്കുന്ന, അല്ലെ തുടക്കത്തിൽ ആർസിഎമ്മിൽ ഒരു വ്യക്തി വന്നാൽ തീർച്ചയായിട്ടും അത് സ്റ്റാർ അച്ചീവർ ആവാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. ലീഡർഷിപ്പ് പൊസിഷൻ ആണ്, ഒരുപാട് ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ ആണ് സ്റ്റാർ. അങ്ങനെ 19 വയസ്സിൽ ആർസിഎമ്മിൽ എനിക്കൊരു സ്റ്റാർ അച്ചീവ്മെന്റിലേക്ക് പോകാൻ പറ്റി. ആ ഒരു 19 വയസ്സിൽ കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യം കിട്ടിയ ഫസ്റ്റ് സ്റ്റാർ അച്ചീവ്മെന്റ് കിട്ടിയ ഇൻകം കൊണ്ട് ഞാൻ കമ്പനി പോയി കണ്ടു. ഫ്ലൈറ്റിലാണ് കമ്പനിയിൽ അന്ന് എനിക്ക് പോകാൻ എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ തന്നെ പോയി കാണണമെന്നുള്ളത്. സ്റ്റാർ ആയ സമയത്ത് എനിക്ക് ഇറങ്ങിയ ആദ്യൊരു പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 35,000 അടുത്ത് രൂപയായിരുന്നു അന്ന് 19 വയസ്സിൽ ഞാൻ പേ ഔട്ട് ഇറക്കിയത്. അതിനുശേഷം 20 വയസ്സിൽ ഞാൻ റോയൽറ്റിയിലേക്ക് പോയി. റോയൽറ്റിയിലേക്ക് പോവാന്ന് പറയുന്ന സമയത്ത് ആ ഒരു റോയൽറ്റി ആകുന്ന മാസം ഡിസംബർ 2019 ഡിസംബർ 25-ാം തീയതി ഒരു ക്രിസ്മസ് ഡേറ്റിലാണ് ഡിഗ്രി ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇനി ഫുള്ളായിട്ട് ആർസിഎം ചെയ്യാമെന്ന് ഞാൻ തീരുമാനം എടുക്കുന്നത്. 2019 ഡിസംബർ ക്ലോസ് ചെയ്ത സമയത്ത് ഞാൻ ആർസിഎമ്മിൽ റോയൽറ്റി ആയി. 2020 ജനുവരി മാസം ഞാൻ റോയൽറ്റിയുടെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റാർ ഗോൾഡിലേക്ക് വന്നു. മാർച്ച് എത്തിയപ്പോൾ ആർസിഎമ്മിൽ സ്റ്റാർ പ്ലാറ്റിനമായി. ഏകദേശം അടുത്ത 9ാമത്തെ മാസം ഞാൻ ആർസിഎമ്മിൽ ടെക്നിക്കൽ ലെവലിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും അതൊന്നും എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ അധികം ആൾക്കാരുടെ അടുത്തും സംസാരിക്കായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ തീർച്ചയായിട്ടും ബിസിനസ്സിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ ശരിക്കും ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. അത് ആർസിഎമ്മിൽ വന്ന് സീരിയസ് ആയിട്ട് ഇതിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനെ ഒരു വർഷം നമ്മളത് ശരിക്കും വാച്ച് ചെയ്താൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ബിസിനസ്സിലേക്ക് വരുന്ന വ്യക്തികൾ പോലും എത്രയോ വർഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച വ്യക്തികളെക്കാട്ടി കൂടുതൽ ലൈഫിൽ രക്ഷപ്പെടാനുള്ള അറിവ് ആർസിഎം നൽകുകയാണ്. ഒരുപാട് ആൾക്കാരുമായിട്ട് കാണുന്നു, ഇടപഴകുന്നു, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമ്മൾ പഠിച്ചൊരു ജോലി കിട്ടാന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ക്യാബിന്റെ ഉള്ളിൽ ഒതുങ്ങി പോവാണ്. നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേരായിരിക്കും. പക്ഷെ ആർസിഎം അങ്ങനെയല്ല. നമ്മളെക്കാട്ടി മുതിർന്ന ആൾക്കാർ, നമ്മളെക്കാട്ടി ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, വലിയ വലിയ പോസ്റ്റിൽ റിട്ടയർഡ് ആയ ആൾക്കാർ, വലിയ വലിയ പോസ്റ്റിൽ തുടരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാനും അവരുടെയൊക്കെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവെച്ച് നമ്മുടെ ലൈഫ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാക്കി മാറ്റാനും ഒക്കെ ആർസിഎം സഹായിക്കുന്നുണ്ട്. ഇന്നെ വെൽക്കം ചെയ്തത് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ ടീമിൽ ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ സഹായിച്ചതും ഒക്കെ ആർസിഎം വന്നതിന് ശേഷമാണ്. 21ാമത്തെ വയസ്സിൽ ടെക്നിക്കലിലേക്ക് പോകാൻ പറ്റി. ഏകദേശം 22ാമത്തെ വയസ്സിൽ ആർസിഎമ്മിൽ ഇതിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്റ്റാർ പേൾ 22ാമത്തെ വയസ്സിൽ എന്റെ അറിവിൽ സ്റ്റാർ പേൾ ആയ ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല. 20ാമത്തെ വയസ്സിൽ ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് 2019 2020 ഫെബ്രുവരിയിൽ ഞാൻ ഒരു 5.25-6 ലക്ഷം രൂപ വില വരുന്ന കാർ ആർസിഎമ്മിന്റെ വരുമാനത്തിലൂടെ പർച്ചേസ് ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ ഒരു 22ഓളം ഫ്ലൈറ്റ് ജേർണി എന്റെ സ്വന്തം ഇൻകം കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആർസിഎമ്മിൽ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഗ്രാഫും ഇപ്പോഴത്തെ ഒരു ഗ്രാഫുമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ. എന്റെ കൂടെ പഠിച്ച സെയിം ഏജുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ സ്വപ്നം കാണുന്ന പലതും എന്റെ ഒരു ചെറിയ ഏജിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർസിഎം ബിസിനൊപ്പം നിന്നുകൊണ്ടാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആർസിഎമ്മിൽ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ബട്ടൺ ഫോണുമായിട്ട് തുടങ്ങിയ ഒരു വ്യക്തി ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള ഫോണാണ്. ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഒരു 10-15,000 രൂപയുടെ ലാപ്ടോപ്പാണ് ആദ്യം വാങ്ങി. അവിടുന്ന് പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഏകദേശം ഒരു 1 ലാഖിന്റെ ലാപ്പിലായിരുന്നു ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ബിസിനൊപ്പം നിന്നുകൊണ്ട് നേടിയെടുക്കാൻ, സ്വപ്നങ്ങളൊക്കെ ചെറിയൊരു എങ്ങനെ ടൈം തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് 13ാമത്തെ വാടകയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു വീട്ടിലേക്ക് ആർസിഎമ്മിനൊപ്പം നിറഞ്ഞു നിൽക്കാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ബിസിനൊപ്പം നിൽക്കാൻ സാധിച്ചുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതി ഒരു കോടിക്ക് അടുത്ത് വില വരുന്ന ഒരു വീട്ടിലേക്ക് പാലുകാച്ചി കയറാൻ സാധിച്ചു. ഇതൊക്കെ ഈ ബിസിനസ് തന്ന ഹെൽപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇതിന്റെ യാത്ര അങ്ങോട്ട് തുടരുകയാണ്. അപ്പൊ 2025 പുതിയ വിഷനും പുതിയ ഗോൾസും ഒക്കെ ആയിട്ട് ഞാനും എന്റെ ടീമും മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പൊ ഇന്ന് നിലവിൽ എന്റെ ഒരു ടീമിന്റെ സ്ട്രെങ്ത് എടുത്താൽ ഒരു 16,000-ലധികം ആൾക്കാർ എന്റെ ടീമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹരിപ്പാട് തുടങ്ങിയ ഒരു ജേണി ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡായി നിൽക്കുകയാണ്. ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, തീർച്ചയായിട്ടും അത് വലിയ വളർച്ചയിലേക്ക് ഓരോ മാസം കഴിയുന്തോറും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 25ാമത്തെ വയസ്സിലാണ് ഞാൻ സ്റ്റാർ പേൾ എന്ന് പറഞ്ഞ പോസ്റ്റിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് ന്യൂ ഇയർ ആണ്. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റണം. വലിയ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവണം. സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ഒരു ക്ലിയർ ഗോൾ ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അവിടെയാണ് നമുക്ക് അൾട്ടിമേറ്റ് സക്സസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2023 2023 ഡിസംബറിൽ നമ്മള്
ആ ഒരു 2023 കലണ്ടർ മറിച്ചിട്ട് 2024 വെൽക്കം ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ, അല്ലെ, സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് 2023 നേടിയെടുക്കാൻ പറ്റാതെ പോയതൊക്കെ 2024 അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരിക്കും നമ്മുടെ ആ ഒരു ഇയർ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ എന്നെ ഇന്ന് കേൾക്കുന്ന ഏകദേശം ഒരു 100-150 ആൾക്കാരുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കുക, കണ്ട സ്വപ്നങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചോ? സാധിച്ച ആൾക്കാർ ഒരുപറ്റം ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും. അസിമിൽ വലിയ ലെവലുകളിലും ടെക്നിക്കലിലും റോയൽറ്റിയിലും ഒക്കെ എത്തി ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പൊ അവിടെ അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു സക്സസ് സ്റ്റോറി പറയാനുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു സക്സസ് സ്റ്റോറി പറയാനില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് നിലനിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്, അല്ലെ? ആ എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി നമ്മളെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഹൈ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്ത് കളയല്ല. കിട്ടുന്ന ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ ആർസിമിലൂടെ വലിയ വളർച്ചകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ എന്താ പറയാ, കൂടെ നിർത്തി വലിയ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് 2025 പോകണം. അപ്പൊ തീർച്ചയായിട്ടും വന്നേക്കുന്ന പുതിയ കുറച്ച് ആൾക്കാരുണ്ടാവും, നിലവിൽ ആർസിമിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് ഞാൻ ചെറിയൊരു ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. വലിയ ടോപ്പിക് ഒന്നും അല്ല, എന്നാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ പോലും ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പലതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ നേരിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ബസ് അത് ക്ലിയർ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ. ഈ ഒരു ക്ലാസ് സത്യം പറഞ്ഞ ഒരു മണിക്കൂർ പോലും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നുമല്ല, ഓൾറെഡി കടന്നൊരു സ്ലൈഡ് എടുത്തിട്ട് ചെയ്യുകയാണ്. ഏകദേശം എനിക്ക് 8 മണിയൊക്കെ ആയപ്പോഴാണ് ഹേമ സാർ വിളിച്ചിട്ട് നമുക്ക് ഇന്ന് അക്ഷയത്തിൽ പോകാൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഒരു മെമ്പർഷിപ്പ് അടിച്ച ഒരു പുതിയൊരു ജോയിനിങ് എടുത്തോണ്ട സമയത്താണ് സാർ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഗോൾ സെറ്റിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക്. ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഗോൾ എന്താന്ന് ഒരു ക്ലാരിറ്റി പലർക്കും ഇല്ല. അപ്പൊ അവിടെ നമ്മൾ ആദ്യം ഒന്ന് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്വപ്നവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പല ക്ലാസ്സിലും എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. സ്വപ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എത്ര പേർക്ക് ലക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്ലാരിറ്റി കുറവാണ് എപ്പോഴും ആൾക്കാരെ സംബന്ധിച്ചുള്ളത്. കാരണം ഇത് തമ്മിലുള്ള വ്യത്യാസം പലരും വിചാരിക്കും രണ്ടും ഒന്നാണെന്നാണ്, പക്ഷെ ഒരിക്കലും ഒന്നല്ല. എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താണ് വിഷസ്, ഇല്ലായ്മകൾ വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് എന്തോ വേണം, പക്ഷെ കറന്റ് നമ്മുടെ കയ്യിൽ ഇല്ല. വാണ്ട് സംതിങ് ദാറ്റ് ഈസ് നോട്ട് കറന്റ് അറ്റ് യുവർ പ്രസന്റ്. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു റോഡിന്റെ അരികെ നിൽക്കുകയാണ്. അപ്പൊ അതുവഴി ഒരു ബെൻസ് കാർ പോവാണ്. അപ്പം എന്റെ മനസ്സിലേക്ക് വരികയാണ് എനിക്കൊരു ബെൻസ് കാർ മേടിക്കണം. അപ്പൊ അതെന്താ, എന്റെ കയ്യിൽ നിന്നില്ല, എന്റെ ആഗ്രഹമാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ബെൻസിന്റെ പൊടി പോലും നമ്മൾ കാണത്തുമില്ല, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കത്തുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഒരു ആഗ്രഹമാണ് ബെൻസ് മേടിക്കണമെന്ന്, അല്ലെ? പക്ഷെ അത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടില്ല, അല്ലെ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അതിനെ കണക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് കാണുമ്പോൾ മാത്രം ഓർക്കുന്ന ഒരു മെമ്മറി പോലെ, ഒരു ആഗ്രഹമായിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. അങ്ങനെ ഒരിക്കലും നമുക്ക് ഇതിനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല, അല്ലെ? നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ബെൻസിനെ ഇങ്ങനെ കാണുമ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. ഇനി എന്താണ് ഗോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾസ് ആർ ഡ്രീംസ് വിത്ത് ഡെഡ് ലൈൻ. ചെറിയ വ്യത്യാസമുള്ളൂ. ആ സ്വപ്നത്തെ എന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യും എന്നുള്ളൊരു ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ അത് ലക്ഷ്യമായിട്ട് മാറും. അപ്പൊ ഒരു വ്യത്യാസം, ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇവിടെ നോക്കുക, ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പലരും പറയും സ്വപ്നങ്ങളുണ്ടോ സാർ? എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കാവും. സത്യം പറയാം, ഇപ്പൊ ഇന്നലെ ഡിസംബർ ക്ലോസ് ചെയ്തു. ന്യൂ ഇയറിൽ ഒരു മെക്സിക്കൻ, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആർട്ടിക്കിൾ പോലെ കണ്ടതാണ്, മെക്സിക്കൻ എന്തോ ലിബിയിൽ എന്തോ എഴുതിയ സംഭവമാണ്. നമ്മള് ആ ഒരു 12 മണി കഴിയുന്ന, ആ ഒരു 12 മണി വരുന്ന ആ ഒരു ടൈമില് 11:59 ആ സമയത്ത് ഒരു 12 മുന്തിരി നമ്മൾ 60 സെക്കൻഡ് കൊണ്ട് കഴിച്ചുകൊണ്ട് 12 വിഷസ്, വരാൻ പോകുന്ന 2025 12 വിഷസ് നമ്മൾ ആ 60 സെക്കൻഡ് കൊണ്ട് 12 മുന്തിരിയും കഴിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നടക്കുന്നതാണ്. ഒരു ഐതിഹ്യം പോലെ പറയുന്നതാണ്. അപ്പൊ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, ഇങ്ങനെ 12 വിഷ് നമ്മൾ ഈ പറഞ്ഞ 60 സെക്കൻഡ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞൊരു 12 മുന്തിരിക്ക നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിൽ പറയും ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. ഒരാൾ ചോദിച്ചാൽ സാർ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്കാവും. നമ്മൾ 1, 2, 3 ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത് അങ്ങോട്ട് ചലിക്കത്തില്ല. അപ്പൊ ഇതൊരു ഫിസിക്കൽ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഉള്ള എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇന്ററാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറെ സമയം പോകും. അപ്പൊ അതിലൂടെ ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ആലോചിക്കുക,
എഴുതെങ്കിൽ മാത്രമേ ഇത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബ്രെയിൻ ട്രെയിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ശ്രീ കോഴിക്കോട് നമ്മുടെ സ്റ്റാർ എംബ്രാൾഡ് ശ്രീ സാറ് എപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ എടുത്തു പറയുന്ന ഒരു പേരാണ് ബ്രെയിൻ ട്രെയിൻസ്. ഒരുപാട് സംരംഭങ്ങൾ ഒന്നിലധികം സംരംഭങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടി പാളീസായി പോയിട്ടും വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് 100-ലധികം സംരംഭങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ഒരു വലിയ പേഴ്സണാലിറ്റി ആണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കോട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. പീപ്പിൾ വിത്ത് ക്ലിയർ written goals accomplish for more in a shorter period of time than people without them could ever imagine. ഇപ്പൊ ഒരു സ്വപ്നത്തെ എഴുതി സൂക്ഷിക്കുന്ന ആൾക്കാർ, അതായത് ഒരു ലക്ഷ്യമാക്കി മാറ്റിയ ആൾക്കാര് അത് അച്ചീവ് ചെയ്യുന്ന ഒരു റേഷ്യോയും അത് എഴുതാതെ അത് അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ റേഷ്യോ എന്ന് വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വപ്നം മനസ്സിലുണ്ട്, എന്നാൽ എഴുതി വെച്ച വ്യക്തിയായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതിനെ അപ്പുറം പാസ്സായിട്ട് എഴുതി ഒരു ക്ലിയർ വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ബ്രെയിൻ ട്രെയിൻസ് പറയുന്നത്. അപ്പൊ ഇവിടെ പീപ്പിൾ വിത്ത് റിട്ടൺ ഗോൾസ് ആർ എ പവർ ഓഫ് ട്രാൻസ്ഫോമിങ് വിഷസ് ഇൻടു ഡ്രീംസ് ഇൻടു ഗോൾസ് ഇൻടു ആക്ഷൻ ആൻഡ് ആക്ഷൻ ഇൻടു റിയാലിറ്റി. ഡോണ്ട് ജസ്റ്റ് തിങ്ക് ഇറ്റ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം വന്നാൽ അത് സ്വപ്നമായിക്കോട്ടെ, ഐഡിയാസ് ആയിക്കോട്ടെ, എന്തായാലും എഴുതി സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഐഡിയാസ് വരും, അടുത്ത സ്വപ്നങ്ങൾ വരും. അല്ലെങ്കിലോ ഈ ഒന്നിൽ എപ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എഴുതുന്ന ആഗ്രഹങ്ങൾ, അല്ലെ, ഡ്രീംസിന് മറ്റൊരു പേര് നമ്മൾ പറയാം, എന്താ ആഗ്രഹങ്ങൾ എന്ന് പറയാം. ആ വിഷസ് ആണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഡ്രീംസ് വിളിക്കുന്ന. ആ ഡ്രീംസിനെ നമുക്ക് എന്താക്കി മാറ്റാം? ലക്ഷ്യമാക്കി മാറ്റാം. ലക്ഷ്യം നടക്കണമെങ്കിൽ ആക്ഷൻസ് വേണം, അല്ലെ. ആർസിമിലൂടെ ഞാനൊരു സ്റ്റാറായി മാറണം. ഈ 2025 ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് റോയൽറ്റി അച്ചീവർ ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറണം, അല്ലെ. അപ്പോ 2025 ഡിസംബറിലാണ് ഞാനൊരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജനുവരി മാസം ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ഏത് ലെവലിൽ വരണം? ആർസിമിൽ വൈറ്റൽ ആകാം, അല്ലെ, വൈറ്റലിൽ ഒരു ഓപ്പണർ ആവാം, ഈഗിൾ ആയിരിക്കാം, എന്തായിരിക്കും എനിക്ക് ഈ മാസം വരുന്ന അച്ചീവ്മെന്റ്, അല്ലെ. അപ്പൊ അതിനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്കൊരു പ്ലാൻ, ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് ആക്ഷൻസ്. ആ ആക്ഷൻസ് ആണ് റിയാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ കാണുന്ന നമ്മുടെ ഒരു ആഗ്രഹം 2 തവണ നമ്മൾ കാണും. ഒന്ന് മനസ്സിൽ കാണും, ഒന്ന് റിയാലിറ്റിയിൽ കാണും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കാണുന്ന നിങ്ങളുടെ ആഗ്രഹത്തെ റിയാലിറ്റിയിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എഴുതി ഒരു ക്ലിയർ പാത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇനി ഗോൾസ് എന്ന് പറയുന്ന സത്യത്തില് ചില ആൾക്കാർ ചെയ്യുന്ന കുറെ കോമൺ മിസ്റ്റേക്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതിന് പിന്നെ ഒരു ഗോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ 3 രീതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഷോർട്ട് ടൈം ഗോള്, ഒന്ന് മിഡ് ടൈം ഗോള്, ഒന്ന് ലോങ് ടൈം ഗോള്. നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറിന്റെ പ്രോഗ്രാമിലൊക്കെ എപ്പോഴും അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളാണിത്. പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് തന്നെ പോവുകയാണ്. അപ്പൊ എന്താണ് ഷോർട്ട് ടൈം ഗോള്, എന്താണ് മിഡ് ടൈം ഗോള്, എന്താണ് ലോങ് ടൈം ഗോള്? ഷോർട്ട് ടൈം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസ് ദാറ്റ് യു വിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷത്തിനെക്കാട്ടി കുറഞ്ഞ സമയം കൊണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടൈം ഗോൾ ആയിട്ട് നമുക്ക് 2025 തന്നെ എടുക്കാം. ഈ 2025 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസിനെ നമുക്കൊരു ഷോർട്ട് ടൈം ഗോൾ എന്ന് വിളിക്കാം. ഇനി അടുത്ത മിഡ് ടൈം ഗോൾ എന്നുണ്ട്. 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങൾ, അതിനെ നമുക്ക് മിഡ് ടൈം ഗോൾ എന്ന് എഴുതാം. ഇനി ലോങ് ടൈം ഗോൾ എന്ന് എഴുതാം. ലോങ് ടൈം ഗോൾ എന്ന് പറഞ്ഞാൽ ലൈഫ് ഗോൾ ദാറ്റ് വിൽ ടേക്ക് ലോങ്ങർ ദാൻ 5 ഇയർ. 5 വർഷത്തെക്കാട്ടി കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നതാണ് ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഗോൾ ബുക്ക് ഉള്ള എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് പോലെ ഒരു എസ് എനിക്കുണ്ട് സാർ, ഒരു എസ് അയക്കാൻ പറയും, പറ്റുമോ? ഒരു ഗോൾ ബുക്ക് സ്വന്തമായിട്ട്, നമ്മുടെ ഒരു ഗോൾ ബുക്ക് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്വപ്നം എഴുതി സൂക്ഷിച്ച ആൾക്കാർ, ഡ്രീം ബുക്ക് എന്നൊക്കെ നമുക്ക് അതിന് പേര് കൊടുക്കാം. അതിന് സ്വന്തമായിട്ട് ഡ്രീം ബുക്ക് ഉള്ള എത്ര പേരുണ്ട്? ഒരു എസ് അയക്കാൻ പറ്റുമോ? എക്സ് ഓർ തംസപ്പ് എന്തോ ആവും. രണ്ടോ മൂന്നോ നാലൊക്കെ വരുന്നുണ്ട്, 5. എന്നെ കേൾക്കാൻ ഏകദേശം ഒരു 170-ലധികം ആൾക്കാരുണ്ട്. അതില് 5-6 പേര് വരെയൊക്കെയാണ് അയക്കുന്നത്. 7. അപ്പം ഇത് തന്നെയാണ് ഇതിന്റെ നമ്മുടെ സക്സസിലേക്ക് നമ്മൾ പോകാൻ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഫാക്ടർ ഇത് തന്നെയാണ്. അപ്പൊ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ, ഇന്ന് 2025 ജനുവരി 1 ആദ്യത്തെ ഡേ ആണ്, അല്ലെ. നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഈ വരാൻ പോകുന്ന അടുത്ത 365 ദിവസത്തിൽ ഒരു ദിവസം കഴിഞ്ഞു, ഈ ബാക്കിയുള്ള റിമൈനിങ് ദിവസം ഒരു ബെറ്റർ ആക്കി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, ഒരു നല്ല തുടക്കമാണ് തീർച്ചയായിട്ടും അവനവന് വേണ്ടി ഒരു അരമണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ബുക്കൊന്നും ഉണ്ടാവത്തില്ല, ഏതെങ്കിലും ഒരു റഫ് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ സ്വപ്നങ്ങൾ. എന്താണോ തോന്നുന്നത് അതെല്ലാം എഴുതാം. നിങ്ങളെ മുന്നിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു വരദാനം തരികയാണ്,
നിങ്ങൾ എന്തെല്ലാം അതിൽ എഴുതുന്നു അതെല്ലാം നടക്കും. അങ്ങനെ നടക്കും എന്ന് കരുതി തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹം, നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷനിൽ നമുക്ക് പല കാര്യങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ട് പലരാൽ നമുക്ക് ബുദ്ധിമുട്ട് ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ചിലത് എന്താ പറയാ, നമ്മുടെ ലൈഫിന്റെ ഒരു പർപ്പസ് ആയിട്ട് തന്നെ നമ്മൾ കാണുന്ന കുറെ സ്വപ്നങ്ങളുണ്ട്. എല്ലാം എഴുതാം, ചെറിയ കാര്യങ്ങൾ മുതൽ വലുത് വരെ എല്ലാം എഴുതാം. ആ എഴുതുക ഈ പറഞ്ഞ പോലെ തുടങ്ങുന്ന സമയത്ത് 1, 2, 3 ഒക്കെ എഴുതി നിങ്ങൾ സ്റ്റക്കാവും. അത്ര ഈസി അല്ല ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഇരുന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. ആ എഴുതിയതിനു ശേഷം നമുക്ക് ഇതിനെ സദ്യ കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഈ ഷോർട്ട് ടൈം ഗോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ കൊണ്ടുവരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിലൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ല, അത് നമുക്ക് എവിടെ എഴുതാം? ഷോർട്ട് ടൈം ഗോൾ എഴുതാം. നമ്മുടെ കയ്യിൽ ഒരു ബൈക്ക് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിനെ അപ്ഗ്രേഡ് ചെയ്യണം, അത് നമുക്ക് ഷോർട്ട് ടൈം ഗോൾ എഴുതാം. നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് ഓൺലൈൻ പ്രസന്റേഷൻ ചെയ്യാം, നമുക്ക് ഒരു ലാപ്ടോപ്പ് വേണം, അത് നമുക്കൊരു ഈ പറയുന്ന ഒരു 1 ഇയർ ഗോളിലൊക്കെ എഴുതാം, ഷോർട്ട് ടൈം ഗോളിൽ എഴുതാം. ഇങ്ങനെ ചെറിയ ചെറിയ ഗോൾസ് ഇപ്പൊ മൊത്തം എഴുതിയതിന്റെ അകത്തുനിന്ന് ഷോർട്ട് ടൈം ഗോൾസ് എന്തൊക്കെയുണ്ട് അടുത്തൊരു പേജ് എടുത്ത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. മിഡ് ടൈം ഗോൾ, 1 വർഷത്തിനും 5 വർഷത്തിനെക്കാട്ടി ഇടയിൽ സമയം എടുത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ലോങ് ടൈം ഗോൾ. ഇപ്പൊ പലരും ചെയ്യുന്ന പല മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലോങ് ടൈം ഗോൾ, ഒരു വീടില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ ലൈഫിന്റെ ഒരു പർപ്പസ് ആയിട്ട് തന്നെ മേ ബി അദ്ദേഹം കാണുന്ന ഒരു വീട് വെക്കുക എന്നുള്ളതായിരിക്കും. സംഭവിക്കുന്നത് എന്താ വെച്ചാല്, അസിമിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു ഇൻകം സോഴ്സ് ഉണ്ട്, അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. ഇദ്ദേഹം ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഗോൾ ആയിട്ടുള്ള വീടിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്ന പൈസ എല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. ഷോർട്ട് ടൈം ഗോൾ ഇല്ല, മിഡ് ടൈം ഗോൾ ഇല്ല, ആ ലോങ് ടൈമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ആർസിമിലേക്ക് വന്നു. ആർസിമിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് പലരും നമ്മുടെ അടുത്ത് നോ പറയുന്നുണ്ടാവും. നോ പറയുന്ന പലരും നമ്മളെ ആക്ച്വലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ലോങ് ടൈം ഗോളിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഷോർട്ട് ടൈം ഗോളോ മിഡ് ടൈം ഗോളോ ഒന്നുമില്ലാതെ നമ്മൾ ലോങ്ങിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പുറത്തൊരു പ്രൊജക്ഷൻ കാണിക്കാൻ പറ്റില്ല, ഒരു അച്ചീവ്മെന്റ് കാണിക്കാൻ പറ്റില്ല. നമ്മൾ ആർസിമിലേക്ക് വന്നു, നമ്മളൊരു ഫോൺ മേടിക്കുന്നു അല്ലെ, ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു സ്റ്റോറി മേക്ക് ചെയ്ത് സ്റ്റാറ്റസോ എന്താ പറയുന്നത് സ്റ്റോറി ആക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ, ഞാൻ ഒരു പുതിയ ഫോൺ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുമ്പോൾ അത് നമ്മുടെ ബിസിനസ് ഉണ്ടാകുന്ന ഒരു മൈലേജ് ചെറുതല്ല. നിങ്ങളൊരു ഒരു സൈക്കിളിൽ പൊക്കോണ്ടിരുന്ന നിങ്ങളൊരു ബൈക്ക് വാങ്ങുന്ന ഒരു ഷോർട്ട് ടൈം ഗോളാണ്. സൈക്കിളിൽ പൊക്കോണ്ടിരുന്ന നിങ്ങളൊരു ബൈക്ക് വാങ്ങുമ്പോൾ അത് നമുക്ക് ബിസിനസ് ഉണ്ടാക്കുന്ന പോകുന്ന മൈലേജ് വളരെ വലുതാണ്. പക്ഷെ പലരും എന്ത് ചെയ്യും, ഈ ലോങ് ടൈമിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് ടൈമിനെ ഫോക്കസ് ചെയ്യാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ, നമുക്ക് ബിസിനസ്സിൽ കാണിക്കാൻ പറ്റുന്ന വലിയ പ്രൊജക്ഷൻസ് ആണ് അല്ലെ. ഈ ബിസിനസ്സിൽ വന്നു, എന്റെ അച്ഛൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 80% സീസിൽ വെള്ളിമൂങ്ങയുള്ള സമയത്താണ് ആസ്യം തുടങ്ങുന്നത്. അതിനുശേഷം ബിസിനസ് തുടങ്ങി ഒരു വീടിന്റെ വരാന്തയിൽ 1.5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് കടം മേടിച്ചു വെച്ചിട്ടാണ് ആർസിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് അത് ഒരുപാട് ഞാൻ പറയുന്നില്ല ഇന്നത്തെ പ്രസന്റേഷനിൽ. അപ്പൊ അവിടെ ഒരു റാക്ക് പോലും പൊതുവെ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ആക്രിക്കടയിൽ നിന്ന് തുരുമ്പ് പിടിച്ച് റാക്ക് എടുത്തുകൊണ്ട് വന്ന് പേപ്പർ പിടിച്ച് അതിന്റെ അത് പ്രൈമർ അടിച്ച് അതിൽ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അച്ഛൻ ഈ ബിസിനസ് ഒരു 9-10 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു 13ാമത്തെ വാടകയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തുടങ്ങിയത് യാത്രയാണ്. അവിടെ മുന്നോട്ട് പോയ സമയത്ത് അച്ഛന് വലിയൊരു ആഗ്രഹം, ഒരു കാറ് മേടിക്കണം. പണ്ട് കാറൊക്കെ ഉണ്ടായിരുന്നതാണ്, പല സാഹചര്യങ്ങളിലും അതൊക്കെ വിറ്റു ഒരുപാട് കടബാധകളിൽ വന്നതാണ്. അപ്പൊ എന്തായാലും മേടിക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം വണ്ടി തന്നെ വാങ്ങണം. അങ്ങനെ ഒരു 10 ലക്ഷം 9.25 10 ലക്ഷം രൂപ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയർ ആണ് അച്ഛൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 13ാമത്തെ വാടകയിലാണ് താമസിക്കുന്നത്. കടബാധ്യതകളൊക്കെ പതുക്കെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു വീട് എന്ന ഒരു ലക്ഷ്യത്തിന് പുറകെ പോവാതെ ഒരു 10 ലക്ഷം മുടക്കി ഒരു കാറ് മേടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഈ കാറിൽ കിടന്നാണ് അതിനൊക്കെ ഉറങ്ങാൻ പോകുന്നത്, ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു കാറ് ഞങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാക്കിയ മൈലേജ് ഒരു ചെറുതല്ല, ഇത് വലിയൊരു പ്രൊജക്ഷൻ ആയിരുന്നു. ഒരു വെള്ളിമൂങ്ങയെ പൊക്കോണ്ടിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രാജ് ഒരു 10 ലക്ഷം രൂപ വില കാറ് വാങ്ങുന്നു, അതിൽ പോകുന്നു. അതുണ്ടാക്കിയൊരു മൈലേജ് ഒരിക്കലും ചെറുതല്ല. അതിനുശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് ശരിക്കും സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആവുന്നു. ഞാൻ അടുത്ത കാറ് മേടിക്കും. അപ്പൊ ആൾക്കാർ എന്തു പറഞ്ഞിട്ടുണ്ടാകുന്നുള്ള ആലോചിച്ച് നോക്കുക. അവിടെയും ഒരു കാറുണ്ട്, അതുകൂടാതെ ഇനി അടുത്ത കാറ് മേടിച്ചിരിക്കുന്നു. അവിടെയും ഒരു വീടായിരുന്നു അവർക്ക് ആവശ്യം, അവര് കാറ് വാങ്ങി പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ കാർ എടുത്ത സമയത്ത് വീണ്ടും എന്റെ ബിസിനസ് വളരുകയാണ് ചെയ്തത്. കാര്യം എന്താ, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു, എനിക്കൊരു അച്ചീവ്മെന്റ് കാണിക്കാൻ പറ്റി. ഈ വീടിനെയാണ് ഫോക്കസ് ചെയ്തതെങ്കിലോ അത് 5 വർഷത്തെക്കാട്ടി കൂടുതൽ സമയം എടുക്കും, അല്ലെ 5, 6, 7 വർഷം എടുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി നമ്മൾ പൈസ സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണിക്കാൻ പറ്റുന്ന പ്രൊജക്ഷൻ തീർച്ചയായിട്ടും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഷോ ഓഫ് ബിസിനസ് തന്നെയാണ്. ആ ഒരു ഷോ ഓഫ് എന്ന് വെച്ചാൽ, നമ്മളൊരു ജോലിക്കാരൻ ഒരു ഐഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുന്നു, അത് കണ്ട് നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാകത്തില്ല, നമുക്കൊരു അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവന് ജോലി കിട്ടിയ പൈസ കൊണ്ട് അവൻ വീട് മേടിക്കുന്നു, അല്ലെ കാറ് മേടിക്കുന്നു. നമുക്കത് കണ്ട് മോട്ടിവേറ്റ് ആവാൻ പറ്റില്ല, കാരണം നമുക്ക് അതേപോലെ ജോലി കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. പക്ഷെ ആർസിമിലൂടെ നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആർസിമിലൂടെ വന്നു, ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ
ഞാൻ ആർസിമിൽ വന്നേക്കിനെ ഒരു സാധാരണ വ്യക്തിയെ പോലെ ആർസിമിൽ മെമ്പർഷിപ്പ് എടുത്തു, പ്രൊഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്ത് തുടങ്ങിയ ബിസിനസ് ആണ്. അതിലൂടെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് വളർന്ന് എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ടീമിൽ ഞാൻ കൊടുക്കുന്ന എനർജി, എന്റെ സറൗണ്ടിങ്ങിൽ ആർസിമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്ന എനർജി എന്താ? തീർച്ചയായിട്ടും സാർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും എടുക്കാൻ പറ്റും അല്ലെ? അവിടെ ഞാൻ ഒരു 5 വർഷത്തെ ലോങ് ടൈം ഗോളിനെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു എനർജി അവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. ആ രണ്ടാമത്തെ കാറും എടുത്തു, അതിനുശേഷം ആ ചെറിയ 1.5 ലക്ഷം രൂപയുടെ കടം മേടിച്ച് കടയിൽ നിന്ന് ആ കട കുറച്ചുകൂടെ വലുതാക്കി ഒരു 500 സ്ക്വയർ ഫീറ്റിൽ 10 ലക്ഷം രൂപ ഡിസ്പ്ലേ ആയിരിക്കുന്ന AC ഷോറൂമായിട്ട് മാറി. ഇന്ന് കേരളത്തിൽ സൗത്ത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ കേരളം എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 5 ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വരുന്ന 5 വണ്ടർവേൾഡ് ക്വിക്ക് ലിസ്റ്റിൽ 1.5 ലക്ഷം രൂപ കടം മേടിച്ച് 9-10 വർഷം മുന്നേ തുടങ്ങിയ കട ഇന്നും ഇടം നേടുന്നു. അപ്പോൾ അവിടെയും ആ കട നമ്മൾ വലുതാക്കി. എന്തിന് കട വലുതാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടർവേൾഡ് ക്വിക്ക് എന്ന് പറയുന്ന ഒരു ആശയം കമ്പനി കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ വരുന്നു. ഒരു കട എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ ആലപ്പുഴ ഒരു കട പോലും ഇല്ല, നല്ലൊരു കടകളില്ല. അപ്പം ഞങ്ങളുടെ കട ചെറിയ കടയായിരുന്നിരിക്കാം, പക്ഷെ അവിടെ വലിയ ടേൺ ഓവർ നടക്കുന്നു. പക്ഷെ ഒരു കട ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണിച്ചു കൊടുക്കാൻ അത് സാധിച്ചില്ല. അപ്പൊ അച്ഛന്റെ ആഗ്രഹം ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് ആയിരിക്കണം. അങ്ങനെ ആ ചെറിയ ഷോപ്പ് വലുതാക്കി മാറ്റി. അപ്പോഴും ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ ഇതിന്റെ കുറെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഈ പൈസയൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല വീട് വെക്കായിരുന്നു. അപ്പോഴും പറഞ്ഞ ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെയും നിങ്ങൾ വെയിറ്റ് ചെയ്തു. അതും നമ്മുടെ ബിസിനസ്സിന് വലിയ, കാരണം നല്ലൊരു ഷോപ്പ് വന്നപ്പോൾ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വളർന്നു. കാരണം നല്ല ഷോപ്പ്, ആ ഷോപ്പ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഷോപ്പ് തുടങ്ങിയ രീതിയിലേക്ക് വന്നു. അങ്ങനെ ആ ഷോർട്ട് ടൈം ഗോളുകളും മിഡ് ടൈം ഗോളുകളുമാണ് ലോങ് ടൈം ഗോൾ ആയിട്ടുള്ള വീട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ചിട്ടുള്ളത്. ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ ക്ലിയർ ആക്കി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാന്നുള്ളത് നമുക്ക് സംസാരിക്കാം. സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു ഷീറ്റ് പേപ്പറല്ല, സോറി ബുക്ക്, നല്ലൊരു ബുക്ക്, ഒരു ഡ്രീം ബുക്ക് തന്നെ നിങ്ങൾ മേടിച്ചിട്ട് എഴുതണം. തൽക്കാലം ഇന്ന് ഉള്ളൊരു ബുക്ക് വെച്ച് എഴുതുക. നാളെ പുതിയൊരു ബുക്ക് വാങ്ങി ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കടലാസൊക്കെ ഇട്ട് പൊതിഞ്ഞ് ഒരു ഡ്രീം ബുക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എടുത്ത് ആ ബുക്ക് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാം. കാരണം ഡ്രീംസ് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സ്മാർട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ അതിനെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാം. അതിൽ നമ്മൾ സ്മാർട്ടിൽ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. ഡീറ്റെയിൽ ചെയ്ത് പോവാണെങ്കിൽ ഡിഫൈൻ യുവർ ഗോൾ ആസ് മച്ച് ആസ് പോസിബിൾ. ഇപ്പൊ നിങ്ങൾ എഴുതിയൊരു സ്വപ്നം ഒരു കാർ മേടിക്കുകയാണ്, അതൊരു വീട് വെക്കുക എന്നുള്ള സ്വപ്നമാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു വീട് വെക്കുക എന്നുള്ള നമ്മുടെ ഒരു ഡ്രീമാണ്. ആ ഡ്രീമിന് ഇപ്പൊ അടുത്തൊരു അത് എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രീംസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് എഴുതി അതിനെ നിങ്ങൾക്ക് ഷോർട്ട് ടൈമും മിഡ് ടൈമും ലോങ് ടൈം ഗോൾ ആക്കി അടുത്തടുത്ത പേജുകൾ എഴുതാം. അടുത്തൊരു പേജ് എടുത്തിട്ട് നിങ്ങളുടെ സ്വപ്നം ഒരു വീട് വെക്കുകയാണെങ്കിൽ മൈ ഡ്രീം ഹൗസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പേര്, നിങ്ങൾക്ക് എന്താണ് അതിനെ വിളിക്കാൻ തോന്നുന്നത്, അത് നിങ്ങൾക്ക് ടൈറ്റിലായിട്ട് എഴുതാം, നമ്മൾ വലുതാക്കി എഴുതാം. ഇനി അതിന് താഴെ സ്പെസിഫിക്കേഷൻ കൊടുക്കണം. നമ്മൾ വെക്കാൻ പോകുന്ന വീട് അത് എവിടെ വെക്കണം, എത്ര സെന്റ് സ്ഥലത്ത് വെക്കണം, എത്ര സ്ക്വയർ ഫീറ്റിലുള്ള വീടായിരിക്കണം, എത്ര നില അതിനുണ്ടായിരിക്കണം, ആ വീടിന് എന്ത് കളർ ഉണ്ടായിരിക്കണം, ആ വീടിന് എത്ര റൂംസ് ഉണ്ടായിരിക്കണം, അതിന്റെ ബാത്റൂംസ് എങ്ങനെയായിരിക്കണം, റൂമിലുള്ള സെറ്റപ്പ് എന്തൊക്കെയായിരിക്കണം, ഹോൾ എത്ര വേണം, എത്ര വലിപ്പം വേണം, കിച്ചൺ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ വീട് വെക്കാൻ പൈസ ഉണ്ടാകുന്ന സമയത്ത് ആലോചിക്കേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് ഒരു ക്ലിയർ ക്ലാരിറ്റി നമുക്ക് ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇതില് ലോകത്തില് വിജയിച്ച ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ആ സ്പെസിഫിക്കേഷൻ. ഇത് നിങ്ങൾക്കൊരു കാറിനെ കുറിച്ചാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ വില വരുന്ന ഒരു കാർ ആണെങ്കിൽ ഏത് കാർ എടുക്കണം, ഏത് കളർ എടുക്കണം. കാറുകൾ തന്നെ പെട്രോളിന്റെ ഡീസൽ വെർഷൻ വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയുന്ന CNG വന്നു, ഇലക്ട്രിക് വന്നു. ഏത് വേരിയന്റ് എടുക്കണം, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ വേണോ, എല്ലാം ഡീറ്റെയിൽസ് എത്രത്തോളം നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഇനി നിങ്ങളൊരു ഫോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോൺ, ഏത് ഫോൺ എടുക്കണം, എത്ര സ്റ്റോറേജ് വേണം, എത്ര റാം വേണം, ക്യാമറ ക്ലാരിറ്റി എത്ര വേണം, എല്ലാം നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം. എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും അത്രത്തോളം ഡീറ്റെയിൽ ചെയ്യാം. ഇനി മെഷറബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻ യു ട്രാക്ക് ഇറ്റ്. ആ ഒരു അച്ചീവ്മെന്റിലേക്ക് ഒരു ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബൈക്ക് ആയിക്കോട്ടെ, ഒരു കാർ ആയിക്കോട്ടെ, ആ ഒരു വീടായിക്കോട്ടെ എന്നതിലേക്ക് എത്താൻ പറ്റും. അതിന് നമുക്കൊരു പാത്വേ ഉണ്ടാക്കണം. ഈ സ്വപ്നങ്ങൾ എഴുതിയതിനു ശേഷം ആ ഒരു സ്വപ്നം നിങ്ങൾ ആർസിമിലൂടെയാണ് അച്ചീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ എങ്ങനെ പറ്റും, എങ്ങനെ അത് പോസിബിൾ ആവും, അതിന് നമ്മളൊരു ക്ലിയർ പാത്വേ ഉണ്ടാക്കണം. അതിലേക്ക് നമുക്ക് വരാം. ഇനി അറ്റൈനബിൾ. നമ്മൾ എഴുതിയ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ അത് ചലഞ്ചിങ് ആവാം, ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഇപ്പൊ നമ്മൾ എഴുതിയ സ്വപ്നങ്ങൾ ആർസിമിലൂടെയാണ് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ പ്ലാൻ ചെയ്യാണ് 1 വർഷം കൊണ്ട് ആർസിമിൽ ഒരു എമറാൾഡായിട്ട് മാറും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാതിരിക്കാൻ ഒന്നുമില്ല. പക്ഷെ അത് എങ്ങനെ ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ എഴുതുന്ന ഒരു സ്വപ്നം, ഇപ്പൊ നിലവിൽ ആർസിമിലേക്ക് നമ്മൾ വന്നു, നമ്മൾ കുറെ പ്ലാൻ ചെയ്യുന്നു.
ആ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആർസിയിലൂടെ പിൻ ലെവലുകൾ അച്ചീവ് ചെയ്ത് ആ വരുമാനത്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ആ നമ്മൾ എഴുതിയ സ്വപ്നം ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ലെവലുകൾ ആർസിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എഴുതിയ സ്വപ്നങ്ങളെ കുറിച്ച് ആർസിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളൊരു അപ്ലൈൻ ലീഡറുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. സാർ, ഞാൻ ഈ 1 ഇയർ കൊണ്ട് എംബ്രാഡിലേക്ക് എത്താൻ, അല്ലെങ്കിൽ സ്റ്റാർ എംബ്രാഡിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ജോയിൻ ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾ എഴുതി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സാർ, എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ സ്റ്റാർ എംബ്രാഡിലാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ലീഡർ പറഞ്ഞു തരും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ. അപ്പൊ നമുക്കത് ഇതിനു മുന്നേ അങ്ങനെ ഒരു സ്റ്റാർ എംബ്രാഡിലേക്ക് ഒരു വർഷം കൊണ്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അപ്പൊ അവിടെ നമുക്ക് നോക്കാം. ഇപ്പോ നമുക്ക് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് എക്സ്ട്രാ എഫേർട്ട്, നമ്മൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ എത്താൻ പറ്റുന്നതിനെ നമുക്ക് ചലഞ്ചിങ് എന്ന് പറയാം. പക്ഷെ നടക്കാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ എഴുതി നമ്മൾ കുറെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എഴുതിയ ആ ഒരു സ്വപ്നം, എഴുതിയ ഒരു ടൈം ആ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളതിന് ഒരു സ്കെച്ച് ബിൽഡ് ചെയ്യാൻ. ഇനി റെലവെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് എ ഗോൾ വർത്ത് വൈൽ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സ്വപ്നം, ആ ഒരു സ്വപ്നം ഇപ്പൊ ഞാൻ പറഞ്ഞു ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം. നമ്മൾ ലോങ് ടൈം ഗോളിലേക്ക് എത്താനാണ് സത്യത്തിൽ നമ്മുടെ ഓരോ എന്താ പറയാ ഷോർട്ട് ടൈം ഗോളും മിഡ് ടൈം ഗോളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ടൈം ഗോള് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മിഡ് ടൈമിലേക്ക് എത്താൻ പറ്റും. മിഡ് ടൈം അച്ചീവ് ചെയ്ത് നമ്മൾ കയറി വരുന്ന സമയത്ത് ലോങ് ടൈം ഗോളിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് എഫേർട്ട് ഇടുന്ന ആ ഒരു ഗോൾ നമുക്ക് ഒരു വർത്താണോ, വർത്ത് അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ എഫേർട്ട് ഇടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ബൈക്ക് പോലും ഇല്ല, അല്ലെ? ഒരു ബൈക്ക് ഉണ്ട്, ഒരു കാറ് മേടിക്കണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു കാറാണ് ആവശ്യം, അല്ലാതെ അവിടെ 25-30 ലക്ഷം രൂപയുടെ കാറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു വർത്താണോ ചോദിച്ചാൽ വರ್ತല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഈ താഴെ തട്ടിന്ന് ഉയർന്നു പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ ഓവറായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് ഒരു ബിഗിനിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തേക്കുന്ന ആ ഗോളിലേക്ക് എത്താൻ വീണ്ടും നമുക്ക് ടൈം എടുക്കും. അപ്പൊ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തേക്കുന്നുള്ളത് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. ഇനി ടൈം ബൗണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടൈഗർ സന്തോഷ് നായർ സാറിന്റെ ക്ലാസ്സുകൾ, നമുക്ക് ഫിസിക്കൽ രാജഗിരി വെച്ചൊരു പ്രോഗ്രാം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ എപ്പോഴും കുറെ കാര്യങ്ങൾ, ഒരു ക്ലാസ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ സ്ട്രൈക്ക് ചെയ്തില്ല. പക്ഷെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു കാറ് മേടിച്ചൊരു, അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിയ സമയത്ത് അദ്ദേഹം ആദ്യത്തെ ഒരു കാറ് വാങ്ങി. ആ കാറ് മേടിച്ച് അതിന്റെ പൂജ ചെയ്ത സമയത്ത്, നമുക്കിവിടെ പൂജ എന്നൊക്കെയാണ് പറയുന്നത്, കാർ കൊണ്ട് ഒന്ന് പൂജിച്ച് ആ ഒരു പൂജയുടെ സമയത്ത് അദ്ദേഹം അടുത്ത കാർ എന്ന് മേടിക്കുന്ന ഡേറ്റ് എഴുതാ പറയും. അടുത്ത കാറ് മേടിച്ച സമയത്ത് അടുത്ത കാർ എന്ന് മേടിക്കണം. അങ്ങനെ ഇന്ന് ഏകദേശം ഒരു 5 കോടിയോ 5 to 8 കോടി രൂപ വരുന്ന കാറിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. പേന മേടിച്ച സ്റ്റോറി അദ്ദേഹം പറഞ്ഞു. 5 രൂപയുടെ പേനയിൽ നിന്ന് 10 രൂപയുടെ പേന എന്ന് മേടിക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്തു. 10 രൂപയുടെ പേനയിൽ നിന്ന് 1000, അങ്ങനെ ഇന്ന് ഏകദേശം അദ്ദേഹം 10 ലക്ഷം രൂപ വില വരുന്ന പേനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ് കൊടുക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് എത്തുമെന്ന് അറിയത്തില്ല. ഇപ്പൊ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് തന്നെ ഒരു ജീവൻ കൊടുക്കാൻ ആൾക്കാർക്ക് പേടി തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയിലൂടെ അത് പോസിബിൾ ആണോ? ഇപ്പൊ നമ്മൾ ആക്ച്വലി ആലോചിക്കുക, ഇപ്പൊ നമുക്ക് ഈ ബെൻസ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും ബെൻസ് മനസ്സിലെങ്കിലും പതിനൊരു സംഭവമായിട്ട് എല്ലാവരും എക്സാമ്പിൾ ബെൻസ് ഒക്കെ എടുത്ത് പറയാം. ഒരു ബെൻസ് കാറ് മേടിക്കണം എന്ന് ഒരു മെജോറിറ്റി ആൾക്കാർ, ഇപ്പൊ ആസ് എ യങ്സ്റ്റർ എന്റെ മനസ്സിൽ ഉള്ളൊരു ആഗ്രഹമാണ്. അത് ഒരു ബെൻസിൽ ഒതുങ്ങി നിൽക്കാന്നുള്ളതല്ല, ഒരുപാട് ലക്ഷറി കാറ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മളൊരു ജോലിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബെൻസ് മേടിക്കണം ഞാൻ ആഗ്രഹിച്ചാൽ ആഗ്രഹമായിട്ട് വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് പേടിയായിരിക്കും, കാരണം അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ എത്രയോ കടം മേടിച്ച് അത് മേടിക്കേണ്ടി വരും. മേടിച്ചാലും അത് എനിക്ക് എത്രത്തോളം അത് അടച്ച് തീർക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ പറ്റാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിൽ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പോലും അതിനെ ജീവൻ കൊടുക്കാൻ നമ്മൾ മടിക്കും. പക്ഷെ ആർസിഎമ്മിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു വിഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ആർസിഎമ്മിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നു വന്ന് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ആർസിഎമ്മിൽ ഓരോ ലെവലുകൾ കയറി ഇന്ന ലെവലിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലെവലുകൾ എങ്ങനെ എത്താം, അതിനൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന ആ അച്ചീവ്മെന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആ ഒരു ടൈം ബോണ്ട് ഉണ്ടാകണം. ടൈം ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യമില്ല, കാരണം അത് വരാൻ പോകുന്നില്ല. എന്നെങ്കിലും നമ്മുടെ സ്വപ്നം കൊണ്ട് ലക്ഷ്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതെന്തെങ്കിലും നടക്കട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ പണിയെടുത്ത് പോയിട്ട് കാര്യമില്ല. അതിന് ക്ലിയർ ആയിട്ടുള്ള ഡെഡ് എൻഡ്. ഇപ്പൊ കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ, ഇപ്പൊ എന്റെ ടീമിൽ 2 മാസം മുന്നേ വന്ന ബ്രാൻഡ് ന്യൂ ടെക്നിക്കൽ അച്ചീവർ അനീസാർ പറഞ്ഞു,
ഒരു കല്യാണം, അത് കുറെ നാളുകൾക്ക് മുന്നേ ആ ഒരു എക്സാമ്പിൾ ഹേമസാർ പറഞ്ഞാണ് ആദ്യം കേൾക്കുന്നത്, പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഹേമസാർ പറഞ്ഞാണ് വീണ്ടും കേൾക്കുന്നത്. ഒരു കല്യാണം വരുന്ന സമയത്ത്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് അങ്ങ് കൊടുക്കുക. ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇത്ര മാസം കഴിഞ്ഞോ ഒരു ഡേറ്റ് അങ്ങ് എഴുതുകയാണ് അല്ലെ. ആ ഡേറ്റ്, ഇന്ന ഡേറ്റിൽ ആ കല്യാണം നടത്താമെന്ന് വിചാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കല്യാണത്തിലേക്ക് ആ ഒരു പെണ്ണിന് വേണ്ട ചിലപ്പോൾ സ്വർണ്ണം ആയിക്കോട്ടെ, അതിനുവേണ്ട അറേഞ്ച്മെന്റിന്റെ ഒരു ഐഡിയയും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകത്തില്ല. അത് അത്രയും പൈസ ഉണ്ടാകത്തില്ല, ഇത് എങ്ങനെ വാങ്ങുന്ന ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. പക്ഷെ ആ ഡേറ്റ് എഴുതുന്ന ദിവസം മുതൽ അതിലേക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡേറ്റ് എഴുതിയ കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നത് വളരെ കുറവാണ്. ആ കറക്റ്റ് ലിമിറ്റഡ് ടൈമിനുള്ളിൽ അതിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും. കാരണം ആ ഡേറ്റ് എടുത്ത ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഫോക്കസ് എവിടെ ആയിരിക്കും? ആ കല്യാണം നടത്തണം എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി കംപ്ലീറ്റ് ഫോക്കസ് എഫോർട്ട് ഇടുമ്പോൾ അത് നടക്കും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മുടെ സ്വപ്നത്തിന് നമ്മളൊരു ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ എഴുതി ഒരു ബുക്കിലാക്കി അവിടെ അടച്ചു വെച്ചിട്ട് കാര്യമില്ല. കുറെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിനെ ഡെയിലി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് ഐഡിയാസ് ആണ്. അതിൽ സ്പാർക്ക് എന്നൊരു പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഓരോ ലെറ്റർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഓപ്ഷൻസ്, ഈ 5-ലെല്ലാം നിങ്ങൾക്ക് ഡെയിലി പറ്റണമെന്നില്ല, പക്ഷെ അതിൽ പറ്റുന്ന ഏതെങ്കിലും 1, 2, 3 ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് റിസൾട്ട് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ സ്പീക്ക് യുവർ ഗോൾസ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന വേദികളൊക്കെ നമുക്ക്, അല്ലെ നമ്മളെ ഒരു പ്ലാൻ കൊടുക്കുകയാണ്, അല്ലെ ആർസിഎം ആരെടുത്തെങ്കിലും പറയുകയാണ്. അപ്പൊ നമുക്ക് പറയാം, എനിക്ക് ഈ ബിസിനസ്സിലൂടെ വന്ന് എന്നെ നേട്ടം ഉണ്ടാക്കണം, എനിക്ക് ഇന്ന മാസം കാറ് മേടിക്കണം, അല്ലെ ഇന്ന മാസം എനിക്കൊരു ബൈക്ക് മേടിക്കണം, അല്ലെ ഇന്ന മാസം എനിക്കൊരു ഇത്ര രൂപ വിലയുള്ള ഒരു ഐഫോൺ വാങ്ങണം. അപ്പൊ നമ്മൾക്കത് നമ്മൾ എഴുതി വെച്ച സ്വപ്നത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ പറയണം. കാരണം പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ആദ്യം കേൾക്കുന്നത്. എത്ര തവണ നമുക്ക് റിപ്പീറ്റ് നമ്മൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, അത് റിസൾട്ട് ആയിട്ട് മാറും. ഇനി പോക്കറ്റ് കാർഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ചെറിയ നമ്മുടെ ആർസിഎമ്മിൽ നോട്ട് പാഡ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 8 രൂപയോ 10 രൂപ എന്തോ അതിന്റെ ചെറിയൊരു വില വരുന്ന നോട്ട് പാഡ് ഉണ്ട് ആർസിഎമ്മിന്റെ. അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ അകത്ത് നിങ്ങൾക്ക് എഴുതിയാം, നിങ്ങളുടെ ഡ്രീംസ് എഴുതി വെക്കാം. നിങ്ങളുടെ ബുക്കിൽ എഴുതിയേക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നിങ്ങൾ ആദ്യം അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണെന്ന് ആഗ്രഹിക്കുക. ഒരു ഫോൺ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ കുറഞ്ഞൊരു ഫോൺ ആണെങ്കിൽ നല്ല അത്യാവശ്യം വിലയുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ, ഒരു 10-45,000 അല്ലെങ്കിൽ 50,000 വിലയുടെ ഒരു ഫോണാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ ഫോണിനെ കുറിച്ച് നിങ്ങൾ എഴുതിയത് ഇതിന്റെ അകത്ത് എഴുതി വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ഫോൺ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിലേക്ക് എത്താനുള്ള ഒരു സ്പിരിറ്റും എനർജി നിങ്ങൾക്ക് കൂടാൻ കാരണമായിട്ട് മാറും. അനൗൺസ് യുവർ ഗോൾ. ഇപ്പൊ നമ്മുടെ സ്റ്റേജിലൊക്കെ പല സമയങ്ങളിലും, അല്ലെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ വലിയ ഹോൾ മീറ്റിംഗ് ആയിക്കോട്ടെ, ചില വേദികളിലൊക്കെ നിങ്ങൾക്ക് മൈക്ക് പിടിക്കാനൊക്കെ അവസരം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വേദികൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്വപ്നം, ആ ഒരു ഡിക്ലറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അത്രയും വലിയ സദസ്സുകളിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. കാരണം ഇത് കേൾക്കുന്നത് നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരാണ്. നമ്മുടെ കമ്മിറ്റ്മെന്റ് അതിൽ ശരിക്കും കൂടുകയാണ്. റീഡ് യുവർ ഗോൾസ് ഡെയിലി. നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേയും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഡ്രീം ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് വായിച്ചിട്ട് കിടന്നുറങ്ങണം, അല്ലെ. കിടന്നുറങ്ങുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ആകും. വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലേഡീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ സീരിയലുകളുടെ, എല്ലാ ചാനലുകളിലും സീരിയലുകളുടെ എണ്ണം കൂടി വരികയാണ്. അത് രാത്രി പോരാഞ്ഞിട്ട് പിന്നെയും അതിന്റെ റീസൈക്കിൾ രാവിലെ മുതൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പലരും ഇപ്പൊ ലേഡീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സീരിയൽ കണ്ടിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഈ സീരിയലിനകത്ത് എന്താണോ പ്രശ്നം അതായിരിക്കും നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ലാസ്റ്റ് പോലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, നമുക്ക് ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്, ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ ഇല്ല. ഇതൊക്കെ ഒരു വഴി കിടക്കുമ്പോഴും നമ്മൾ ഈ കണ്ട ഒരു സിനിമയുടെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ആ ഒരു സീരിയലിന്റെയും മെമ്മറി വെച്ചിട്ടായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും കിടന്നുറങ്ങുന്നത്. രാവിലെ വരെയും നമ്മുടെ മൈൻഡ് ഇതിനുള്ള സൊല്യൂഷൻ, ആ കൊടുത്തതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനായിരിക്കും മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിയൽ ലൈഫിന് ഒരു റിസൾട്ട് ഇതിലുണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് വായിച്ച ആ ഒരു ബുക്ക്, അല്ലെങ്കിൽ ലാസ്റ്റ് വായിച്ച ആ ഗോൾ ബുക്കിന്റെ അകത്ത് നമ്മൾ എഴുതിയ സ്വപ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിച്ച് കിടന്നുറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് വായിച്ചു തുടങ്ങിയാലോ ഭയങ്കര എനർജി കിട്ടും. ചുമ്മാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലക്ഷ്യങ്ങളുണ്ട്, ഈ ലക്ഷ്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു എനർജി കൂടും. വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. കീപ് യുവർ ഗോൾസ് അറൗണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ട്രിഗ്നോമെട്രി അങ്ങനെ പല കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളടുത്ത് പറയാറുണ്ട്, അത് എവിടെയെങ്കിലും നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിച്ച് ഒരു ചാർട്ട് പേപ്പറിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതി ഒട്ടിച്ച് വെക്കാൻ പറയും. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും എന്ന് പറയുന്ന പോലെ, അല്ലെ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ എഴുതി ഒട്ടിക്കാം. ഇപ്പൊ നമുക്കൊരു ബെൻസ് കാറ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വേണമെങ്കിൽ, നല്ലൊരു ബൈക്ക്, ആ ബൈക്ക് നമ്മൾ മേടിക്കാൻ പോകുന്ന ബൈക്കിന്റെ ഒരു
നല്ലൊരു കളർ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ബെഡ്റൂമിലായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഇരുന്ന് ഫേസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കാം, അതെപ്പോഴും കാണുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഒരു നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഊർജം, അല്ലെ, ആ തണുത്തു പോവാതെ ഒരു ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടൊരു ഉള്ളിൽ നിന്നൊരു തീ വരുന്ന പോലെ നമുക്കത് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഇനി ഒരു 3 സ്റ്റെപ്സ് ആണ് തീർച്ചയായിട്ടും നമുക്കിത് ഈ കണ്ട സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡിസൈഡ് വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്, അതാണ് നമ്മുടെ സ്വപ്നങ്ങൾ, അത് നമ്മൾ ലക്ഷ്യമാക്കി മാറ്റി. ഇനി ഡിഫൈൻ യുവർ ഡെയിലി ആക്ഷൻസ്. എന്ത് ചെയ്താൽ അതിലേക്ക് എത്താൻ പറ്റും, അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക. ആ എഴുതി വെച്ച കാര്യങ്ങൾ ഡെയിലി എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഡെയിലി ആക്ഷൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മളെ അത് സക്സസിലേക്ക് എത്തി. ഈ പാർസിങ്ങിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഒരു വ്യക്തി പുതുതായിട്ട് വന്നു, തീരുമാനം എടുക്കാം, ഈ മാസം എനിക്ക് ഓപ്പൺ ആയിട്ട് മാറണം. അപ്പൊ ഓപ്പൺ ആയിട്ട് മാറണമെങ്കിൽ 70,000 വോളിയം വരണം. ആ 70,000 വോളിയം വരണമെങ്കിൽ ഒരു ദിവസം എനിക്ക് എത്ര ബിസിനസ് വരണം, എത്ര ജോയിനിങ് വരണം, നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനുവേണ്ടി ഡെയിലി നമ്മൾ എഫോർട്ട് ഇട്ടാൽ മാസത്തിന്റെ അവസാന ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാം കൂടെ എഫോർട്ടിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഓപ്പണിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഓപ്പണർ ആയി കഴിഞ്ഞാൽ അടുത്ത മാസം ഏത് ലെവലിൽ എത്തണം, അങ്ങനെ 2025 ഡിസംബർ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തണം എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ഇന്നേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. ആ സ്വപ്നത്തിലെ നമുക്ക് ലക്ഷ്യമാക്കി മാറ്റാൻ പറ്റണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി ആക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇത് ചെറിയൊരു ഷോർട്ട് പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വരുന്നു. ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു പ്രസന്റേഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ, നല്ല ചെറുതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അതും കൂടെ ഞാൻ എടുത്ത് ക്ലോസ് ചെയ്യാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ എല്ലാം ഉള്ള ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് വലിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടല്ല. നമ്മൾ മനസ്സിലാക്കുക, വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടല്ല വലിയ മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു ഹാബിറ്റുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നതിനിടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ കൊണ്ടുവരുന്ന ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ ആ ഒരു 5 കാര്യങ്ങളെ കുറിച്ചാണ്, കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കിടന്നുറങ്ങുന്നതിന് മുന്നേ ഡെയിലി ഒരു അരമണിക്കൂർ അവനവന് വേണ്ടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. അത് ഇനി നിങ്ങൾ എത്ര താമസിച്ച വീട്ടിലെത്തിയാലും ഇതൊരു ഹാബിറ്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയാൽ, എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് 21 ദിവസം എന്തൊരു കാര്യം കൃത്യമായിട്ട് ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് മാറും, അല്ലെ. 20 ദിവസം ചെയ്തിട്ട് 21ാമത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ അത് റിസൾട്ട് ഇല്ല. വീണ്ടും ഒന്നേ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 20 ദിവസം ചെയ്ത് 21ാമത്തെ ദിവസം ഫെയിൽ ആയാല്, ബ്രേക്ക് ആയ ഒരു വ്യക്തി സംബന്ധിച്ച് വീണ്ടും 21ാമത്തെ ദിവസം വരെ പോകാൻ അവര് റെഡി ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് മുറിഞ്ഞു പോകും. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ആ ഒരു 21 ദിവസം പ്ലാൻ ചെയ്ത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ 5 പോയിന്റ് ആണ് കിടന്നുറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്റ്റ് ആണ്. ഒരു ദിവസത്തിൽ കിടന്നുറങ്ങാൻ പോകുന്ന അരമണിക്കൂറിന് മുന്നേ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് കുറച്ചൊന്ന് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് അതിന് നിങ്ങളൊരു ആൻസർ കൊടുക്കാൻ ശ്രമിക്കാം. ആ 3 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വാട്ട് ഹാപ്പൻ ടുഡേ ദാറ്റ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. ഇന്ന് എന്റെ ജീവിതത്തിൽ, അല്ലെ, ഇന്നത്തെ ഒരു ഡേ ഞാൻ ആർക്കൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നത്, അല്ലെ, ആർക്കൊക്കെയാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് ഒരു നന്ദി സൂചിപ്പിക്കാം. അവരുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. വിച്ച് ആക്ഷൻസ് മൂവ്ഡ് മീ ടുവേർഡ്സ് മൈ ഗോൾസ്. ഇന്ന് ഞാൻ എടുത്ത എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന എന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ എന്നെ ഇന്ന് സഹായിച്ചേക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇന്ന് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ കുറെ പേരെ വിളിച്ചിട്ടുണ്ടാവും. ആ വിളിച്ചവർ കുറച്ച് പേര് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ടീമിലുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ സൂം മീറ്റിംഗുകൾ, ഈ പ്രോഗ്രാം അടക്കം പല സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സക്സസിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്ത ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാം.
ആർ എനി ചേഞ്ചസ് ഐ ക്യാൻ മേക്ക്? എന്തെങ്കിലും ഒരു മാറ്റം എന്നിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? രാവിലെ എഴുന്നേറ്റ സമയം മുതൽ കിടന്നുറങ്ങുന്ന ഈ സമയത്തിന് മുന്നേ വരെയുള്ള സമയത്തിനിടയിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് എന്റെ ലൈഫിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒരു ബാലൻസ്, അല്ലെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതിൽ അറിയില്ല, ഒരു മാറ്റം, എന്ത് മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലൊരു 2025 ആക്കി 2024 ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വർഷമാക്കി എങ്ങനെ മാറ്റാം, അല്ലെ, നമുക്കറിയില്ല. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ബാലൻസോട് കൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡിസ്കണക്ട് ആണ്. പലരും ഇപ്പൊ നമുക്കറിയാം, ഇന്ന് പണ്ടൊക്കെ കുട്ടികളുടെ നമ്മൾ പറയും ഫോൺ ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കുക. പക്ഷെ ഇന്ന് ഫോൺ ഉപയോഗിച്ചാണ് പലരും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു 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 പാട്ടായിട്ട് മാറിയെന്ന് തന്നെ പറയാം ഫോൺ, അല്ലെ, അത്രയധികം നമ്മൾ ഇന്ന് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പലരും ഫോൺ ഉപയോഗിച്ച് അങ്ങനെയും കിടന്ന് ഉറങ്ങാണ്, അല്ലെ, ഫോണും പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു കാറിൽ സഡൻ ബ്രേക്ക് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു കാറ് ഒന്ന് ഒരു സഡൻ ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ നിർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, വലിയൊരു ഒരു ചലനമുണ്ട്, അല്ലെ. എന്ന് പറയുന്ന പോലാണ് നമ്മൾ രാവിലെ മുതൽ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ വർക്ക് ലൈഫ് സ്ട്രെസ് ഉണ്ടാവും, ഈ സിസ്റ്റത്തിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതിനെക്കാട്ടി സ്ട്രെയിനാ. കാരണം ഫേസിൽ കവർ ചെയ്ത് ലൈറ്റ് അടിക്കുകയാണ്, കണ്ണിന് അത്രയും പ്രഷർ വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും നല്ല സ്ട്രെയിൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രെയിൻ അതേപോലെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാതെ നമ്മൾ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഒരു അരമണിക്കൂർ, ഇപ്പൊ ഈ പറഞ്ഞ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇതിൽ നിന്ന് ഒരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഒന്ന് സ്വിച്ച് ഓഫ്, ഈ കാറിന് സ്ലോ ഡൗൺ, അല്ലെ. 100 കിലോമീറ്റർ സ്പീഡ് വരുന്ന കാർ നമ്മൾ നിർത്തുന്നത് എങ്ങനെയാ? പതുക്കെ സ്ലോലി കൊണ്ട് പതുക്കെ കൊണ്ട് നിർത്താൻ കഴിയും, ഒറ്റയടി ചവിട്ടി നിർത്താനല്ല, അല്ലെ. അപ്പൊ ഒരു കിലോമീറ്റർ ബാക്ക് ആകുമ്പോഴേ ഇന്ന സ്ഥലത്ത് എനിക്ക് നിർത്തണം, അല്ലെ, പ്ലാൻ റെഡിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതനുസരിച്ചായിരിക്കും വണ്ടി ഒരു 100 മീറ്റർ അല്ലെ ഒരു 50 മീറ്റർ ബാക്ക് വരുമ്പോഴേ നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് അത് പതുക്കെ കൊണ്ട് നിർത്തണ്ട എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും എല്ലാം മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ ബോഡിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ടുമാറോ. ഇപ്പൊ ഒരു അരമണിക്കൂർ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ആ അരമണിക്കൂറിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. 3 ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ വായിച്ചാൽ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അടുത്ത ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം, എന്ത് ചെയ്യാം, നാളെ എന്ത് ചെയ്യണം, അല്ലെ. ഇന്നലെ കിടന്നുറങ്ങിയപ്പോ ജസ്റ്റ് ചുമ്മാ ഒരു വ്യക്തി ആർക്കെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് മാറുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നെങ്കിൽ ഇന്നലെ ചുമ്മാ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടായതല്ല. കുറെ രാത്രികളിലെ നമ്മളെ പ്ലാനിങ്, അല്ലെ, അതിന്റെ റിസൾട്ട്, അതിന്റെ ഇട്ട എഫേർട്ടിന്റെ റിസൾട്ട് ആണ് നമ്മുടെ ഇന്നത്തെ സക്സസ് എന്ന് പറയുന്നത്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അപ്പൊ തീർച്ചയായിട്ടും നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് നമ്മുടെ കയ്യിൽ പ്ലാൻ ഉണ്ടാവണം. അല്ലാതെ നാളെ രാവിലെയോ അല്ല നാളെ ഉച്ചയ്ക്കോ അല്ല ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് വേണ്ടി നാളെ എന്തൊക്കെ ചെയ്യാം, നാളെ ആരെയൊക്കെ വിളിക്കണം, എത്ര പേരെ വിളിച്ച് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ആരുടെയൊക്കെ വീട്ടിൽ ഹോം മീറ്റിംഗിൽ പ്ലാൻ ചെയ്യിക്കണം, ആരെയൊക്കെ മെമ്പർഷിപ്പ് എടുപ്പിക്കണം, ആരെ വീട്ടിൽ നമുക്ക് പോയിട്ട് പ്ലാൻ കൊടുക്കണം, ആർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം അടുത്ത് വരാൻ പോകുന്ന ULP ഒരുപാട് പ്രോഗ്രാം വരുന്നു. ULPയിലേക്ക് ആരെയൊക്കെ പങ്കെടുപ്പിക്കണം, ആരെയൊക്കെ അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യണം, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അത് ഇന്ന് പ്ലാൻ ചെയ്യണം. നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായി കിടന്നാൽ നാളെ അതെടുത്ത് ചെയ്താൽ മതി. നാളെ അതിന്റെ പുറകെ പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എ പ്രൊഡക്റ്റീവ് ഡേ സ്റ്റാർട്ട് ദ നൈറ്റ് ബിഫോർ ദ സിമ്പിൾ ആക്ട് ഓഫ് വർക്കിംഗ് ഡൗൺ യുവർ 3 ബിഗ്ഗസ്റ്റ് ടു ഡു ലിസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നാളെ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ചെങ്കിലും നമുക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റണം. ഒരു മൊമെന്റം, അല്ലെ, ഒരു പിൻഡിൽ നമ്മൾ എടുത്തിട്ട് അതിന്റെ ഒരു ചലനം എന്ന് പറയാൻ ഒറ്റയടിക്കല്ല, അല്ലെ, ചെറിയൊരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ആയിട്ട് നമുക്ക് വലിയ ചലനത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അടുത്തൊരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, ആദ്യത്തെ 5 മിനിറ്റ് 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അടുത്ത 5 മിനിറ്റ് നാളെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാം. ഈ 4 എന്ന് പറഞ്ഞ ഒരു ബ്രീത്ത് എക്സസൈസ്, അല്ലെ. നമ്മളൊരു ദിവസം കണക്ക് പറയുന്നത് യു ടേക്ക് 20,000 ബ്രീത്ത് പെർ ഡേ. ഒരു ദിവസം നമ്മൾ 20,000-ഓളം ശ്വാസം എടുത്ത്, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, നമ്മൾ 20,000-ഓളം ബ്രീത്ത് എടുത്ത് വിടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 4-7-8 ടെക്നിക്ക്, നമ്മളൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഒരു 4 സെക്കൻഡ് ശ്വാസം നമ്മൾ എടുക്കുക. ഒരു 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. ഒരു 7 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. 8 സെക്കൻഡ് കൊണ്ട് അത് റിലീസ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രാക്ടീസ് അടുത്തൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് ഒരുപാട് സ്ട്രെസ് നമുക്ക് റിലീസ് ചെയ്ത് വിടാൻ പറ്റും. ഒരുപാട് പല കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ബേസ്, നമ്മൾ ശ്വാസം എടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് എപ്പോ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് ബ്രീത്ത് എടുത്ത് ഒന്ന് വിടുക. ബ്രീത്ത് എടുത്ത് വിടുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ ബിൽഡ് ആവുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത്
നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നതാണ് തിയറി പറയുന്നത്. അപ്പൊ അതുപോലും നമ്മളിത് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് മാറും. പക്ഷെ ഇതൊന്നും ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമ്മളെ ഒന്ന് കൂൾ ഡൗൺ ആണ്, നമ്മുടെ ബ്രെയിനെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി ഈ 4-7-8 ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 4 സെക്കൻഡ് ബ്രീത്ത് എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡിൽ റിലീസ് ചെയ്യുക. 5 മിനിറ്റ് അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് തുടങ്ങാം. അതിനുശേഷം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻസിന് ആൻസർ അടുത്ത 5 മിനിറ്റിൽ എഴുതിയാൽ മതി. അടുത്ത 5 മിനിറ്റ് നാളേക്കുള്ള പ്ലാനിങ്. അടുത്ത 15 മിനിറ്റ് ഒരു ബുക്ക് വായന, റീഡിങ്. റീഡിങ് ഇസ് എ ബെസ്റ്റ് വേ ടു സ്ലോ ഡൗൺ യുവർ മൈൻഡ്. ഇപ്പം പലരും ഉറക്കക്കുറവൊക്കെ ഉള്ളതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞ ഒരു ബുക്ക് വായിക്കാൻ അവരുടെ അടുത്ത് പറയാം. അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. തുടക്കത്തിൽ വലിയ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കൊന്നും ചിലപ്പോൾ വായിച്ചു തുടങ്ങാൻ പറ്റില്ല. ഇഷ്ടമുള്ളത് ഏതാണോ ആ ബുക്ക് ഒന്ന് വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വായിച്ചങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ബ്രെയിനെ കൂൾ ഡൗൺ ചെയ്യാൻ, സ്ലോ ഡൗൺ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. ആസ് എ നെറ്റ്വർക്കർ അല്ലെങ്കിൽ നമ്മളൊരു ആക്ച്വലി പറഞ്ഞ ഒരു ട്രെയിനർ ആയിട്ടാണ് അസിമിൽ വരുന്ന ലീഡർ മാറാൻ പോകുന്നത്. ട്രാൻസ്ഫർമേഷൻ വരാൻ പോകുന്നത് ലീഡർഷിപ്പിലേക്കാണ്, അല്ലെ? അപ്പൊ അവിടെ വിവേക് ബിന്ദ്ര ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അതേപോലെയുള്ള ആൾക്കാർ പറയുന്നത് വായിക്കുന്ന എല്ലാവരും ലീഡറായിട്ട് മാറണമെന്നില്ല. പക്ഷെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ബുക്ക് വായിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, അല്ലെ? ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കണം. നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി പഠിച്ചെടുത്ത് പറയാന്ന് പറയാൻ ടൈം ഒരുപാട് പോകുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഈ ബുക്കുകൾ എഴുതി വെച്ച അവരൊക്കെ വർഷങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ബുക്കാക്കി മാറ്റിയേക്കുന്നത്. ഇപ്പൊ നമ്മുടെ സുരേന്ദ്രപാട് സാറിന്റെ ബുക്കുണ്ട്, ദീപക് ബജാജ് സാറിന്റെ ഒരുപാട് ബുക്കുകളുണ്ട്. അങ്ങനെ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ബുക്കുകളുണ്ട്. ഇതൊക്കെ വായിക്കുന്നതിലൂടെ അവരൊക്കെ 20-25 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുന്നത്. ഇത് നമുക്ക് നമ്മുടെ ബിസിനസിന് വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഒരു ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആക്കി മാറ്റാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കും. അപ്പോ ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും, വായിച്ചു തുടങ്ങാൻ പലർക്കും മടിയാണ്, അല്ലെ? അപ്പോ ഈ 2025 തുടക്കത്തിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു 15 മിനിറ്റ്, 5 മിനിറ്റിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. 4 സെക്കൻഡ് ബ്രീത്ത് എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് റിലീസ് ചെയ്യുക. അടുത്ത 5 മിനിറ്റിൽ എന്ത് ചെയ്യുക? അടുത്ത 5 മിനിറ്റിൽ നാളെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു റിപ്പോർട്ട്, അല്ലെ? നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഡൂഡ് ലിസ്റ്റ് മേക്ക് ചെയ്യുക. അടുത്ത 5 മിനിറ്റിൽ നമ്മുടെ ആ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക. അടുത്ത 15 മിനിറ്റ് ബുക്ക് വായിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ അരമണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ആയി. ഈ അരമണിക്കൂർ ഈ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു ചേഞ്ചിന് കാരണമാവും. നിങ്ങളുടെ ബോഡിയെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പിലേക്ക് നിങ്ങളെ എത്തിക്കാനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം 2025 നിങ്ങളുടെ ബിസിനസ്സിന് ഉണ്ടാക്കും. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ ഹാബിറ്റുകൾ വലിയ മാറ്റത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്തായാലും 2025 നമ്മുടെ ലൈഫിൽ, 2024 എങ്ങനെയായിരുന്നു നോക്കണം, 2025 നമ്മുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആക്കി എന്നും നമ്മുടെ ലൈഫിൽ ഓർക്കുന്ന ഒരു വർഷമാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അതിന് ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പൊ തീരുമാനം ഇന്ന് എടുക്കുക. എന്തായാലും ഇന്ന് എനിക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാനുള്ള അവസരം തന്ന എം.എസ്. സാറ് നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മാസം തീർച്ചയായിട്ടും ഒരുപാട് അച്ചീവ്മെന്റ്സ് എൻ്റെ ടീമിൽ വന്നു. അതിൽ ഒരു 73 വയസ്സുള്ള ഒരു വ്യക്തി റോയൽറ്റിയുടെ സ്റ്റാർ പ്ലാനത്തിലേക്ക് വന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു 73 വയസ്സുള്ള ഒരു വ്യക്തി ആർസിമിൽ ഒരു സ്റ്റാർ പ്ലാനോ അച്ചീവ്മെന്റിലേക്ക് വരാന്ന് പറയുമ്പോൾ ആലോചിക്കുക, ആ ഒരു ഏജിൽ വേറെ എവിടെ പോയിട്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ? 0 ഇൻവെസ്റ്റ്മെന്റ്, 0 റിസ്കിൽ അദ്ദേഹം ഇന്ന് ഒരു സ്റ്റാർ പ്ലാറ്റിനം വരുമാനം മേടിക്കുന്ന ലെവലിലേക്ക് വന്നു. ആ ഒരു ഏജിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്തിട്ട് ഈ വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ആ വരുമാനം ഉണ്ടാക്കിയാൽ അതൊരു ആക്റ്റീവ് ഇൻകം ആണ്. പക്ഷെ ആർസിമിലൂടെ 73 വയസ്സിലും ഒരു സ്റ്റാർ പ്ലാനത്തിലേക്ക് എത്താൻ, 2 സ്റ്റാറിനെ 2 ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആലോചിച്ച് നോക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ്, അവരുടെ ഗൈഡൻസ്, അവരുടെ മെന്റർഷിപ്പ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഐഡിയകൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ശ്യാം അഗർവാൾ സാറിന്റെ, സ്റ്റാർ റൂബി ശ്യാം അഗർവാൾ സാറിന്റെ പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞു, ആസിമിൽ 25,000 മുതൽ 30,000 രൂപ വരുമാനം മേടിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്ത്? ലീഡേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ്. ലീഡേഴ്സ് എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക, അല്ല നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം. അപ്പൊ ഒരു 25,000-30,000 എത്താന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരൻ സെറ്റ് ചെയ്യേണ്ട ഗോൾ. ആ ഗോളിലേക്ക് എത്താൻ നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നു. ലീഡേഴ്സ് എന്ന് പറയാൻ ആരാണ് ലീഡർ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആൻഡ് കെയറിങ് അപ്ലൈൻ. നിങ്ങളെ കൊണ്ടുവരുന്ന വ്യക്തി അല്ല, അദ്ദേഹത്തിന് ആദ്യമേ കുറിച്ച് ചിലപ്പം ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ അറിയത്തുണ്ടാകത്തില്ല. അത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന തൊട്ട് മുന്നേ ആയിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുക. അദ്ദേഹത്തിന് വലിയ ഐഡിയ ഉണ്ടാവില്ല.
അതല്ല. അതിന്റെ ലൈൻ ഓഫ് മെന്റർഷിപ്പിൽ ആക്റ്റീവായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ഒരു തൊഴിൽ പോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ കണ്ടുപിടിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ സക്സസ് 2025 മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഇന്ന് ഈ 2025 എല്ലാവർക്കും വളരെ കളർഫുൾ ആക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2023 കലണ്ടർ മറിച്ചിട്ട് 2024 നമ്മൾ വെൽക്കം ചെയ്ത പോലെ അല്ല, 2024 കലണ്ടർ മറിച്ചിട്ട് 2025 വളരെ പവർഫുൾ ആയിട്ട് വലിയൊരു സക്സസ്ഫുൾ ഇയർ ആക്കി നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ്. താങ്ക് യു.